Dear students, today we are going to discuss about RC differentiator circuit. Actually, it comes along with the RC integrator circuit. And RC integrator circuit we have discussed in the previous video. So, it is a continuation of that video, okay? So, the aim is to design and set up an RC differentiator circuit and observe its response to a square wave input, okay? And second aim is we have to observe the response of the designed circuit for a given square waveform for the conditions RC very less than T, RC equal to T and RC very greater than T. So these are the three conditions. For these three conditions we have to observe the output waveform. So here the input is a square waveform. Let us see the circuit diagram. See, this is the circuit diagram for the RC differentiator circuit. You can clearly visualize that there is an input source which is a square wave input and its amplitude is 10 volt peak to peak and frequency is 1 kilohertz. Frequency 1 kilohertz means that time period of the waveform is 1 millisecond, right? Time period is obtained from the frequency, time will be equal to 1 by f, okay? So, time period will be 1 millisecond. So, that is the point you have to note. That means നിങ്ങൾ 1 മില്ലിസെക്കൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വേവ് ഫോമാണ് ഇൻപുട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈനിങ് സെക്ഷൻ ചെയ്യുക. അപ്പോൾ അത് ഓർത്തിരിക്കണം. അപ്പോൾ 10 വോൾട്ട് പീക്ക് ടു പീക്ക് ആണ് ഇൻപുട്ട് വേവ് ഫോം കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 4 വോൾട്ട് പീക്ക് ടു പീക്ക് കൊടുക്കാം, 6 വോൾട്ട് പീക്ക് ടു പീക്ക്, 5 വോൾട്ട് പീക്ക് ടു പീക്ക്, ഏത് വാല്യൂ വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോൾ 10 വോൾട്ട് പീക്ക് ടു പീക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ 2 വോൾട്ട് പീക്ക് ടു പീക്ക് കൊടുക്കുക. അതെന്തായാലും പ്രശ്നമില്ല. ഓക്കെ, ഇൻപുട്ട് വേവ് ഫോം. അപ്പോൾ ഇതിനെന്താണ് ഇൻപുട്ടിൽ സർക്യൂട്ട് ഡയഗ്രത്തിൽ എന്തൊക്കെയുള്ള ഒരു കപ്പാസിറ്റർ ഉണ്ട്. ദർ ഇസ് എ കപ്പാസിറ്റർ സി ആൻഡ് ഇറ്റ്സ് വാല്യൂ വി ഡസൻറ്റ് നോ. And also there is a resistor R and its value we doesn't know. അപ്പോൾ നമ്മൾ വരക്കുമ്പോൾ ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് there is a capacitor in series with the input voltage source and a resistor in series with the capacitor. Actually this resistor is connected parallel to the output voltage. So we are taking the output voltage parallel to this resistor. അപ്പോൾ ഇത്രയും കാര്യം നമുക്ക് വരക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് we have to mark the ground location. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ ചെയ്യുന്ന എല്ലാ സർക്യൂട്ടിൻ്റെയും സിമുലേഷനും കൂടി നമ്മൾ സ്പൈസ് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ എപ്പോഴും അതിൽ ഗ്രൗണ്ട് വെച്ചാൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ഗ്രൗണ്ട് നോട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട്. ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട് എടുക്കുന്ന റെസിസ്റ്ററാണ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റർ ഇതാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റർ നിങ്ങൾ ഓർത്ത് നോക്കുക. ഇൻ്റഗ്രേറ്ററിൽ എന്തായിരുന്നു വ്യത്യാസം? ഔട്ട്പുട്ട് എടുക്കുന്ന ഏതിന് അക്രോസ് ആയിരുന്നു? കപ്പാസിറ്ററിന് അക്രോസ് ആയിരുന്നു. റെസിസ്റ്റർ ഇൻപുട്ട് സോഴ്സിന് സീരീസ് ആയിരുന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക കമ്പാരിസണിന് വേണ്ടിയിട്ട്. ഇൻ്റഗ്രേറ്റർ സർക്യൂട്ടിൽ കപ്പാസിറ്ററിന് അക്രോസ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്, റെസിസ്റ്റർ 5.6. അതൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസൈനിങ് സെക്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാം. എന്നാൽ നമുക്ക് റെസിസ്റ്ററിൻ്റെ വാല്യൂ നമുക്ക് ഡിസൈൻ ചെയ്യാം അല്ലേ? അപ്പോൾ ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ RC ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ടാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഡിഫറൻഷ്യേറ്റർ സർക്യൂട്ട് ഒന്നാമത്തെ കേസിൽ നമ്മൾ RC വെരി ലെസ് ദാൻ T. അപ്പോൾ RC വെരി ലെസ് ദാൻ T എത്രയായിരുന്നു? 1 മില്ലി സെക്കൻഡ് അല്ലേ? അപ്പോൾ RCയുടെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞാൽ 1 മില്ലി സെക്കൻഡിനേക്കാളും വളരെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കണം? RC ഈക്വൽ ടു 0.01 T എന്നെടുത്തൂടെ അല്ലേ? ടീനേക്കാളും വളരെ കുറവല്ലേ 0.01 T എന്ന്. അപ്പോൾ RC ഈക്വൽ ടു 0.01 T എന്ന് നമുക്ക് എടുക്കാം അല്ലേ? അപ്പോൾ ഇനി ആറിൻ്റെ വാല്യൂ T നമുക്കറിയാം 1 മില്ലി സെക്കൻഡ് ആണെന്ന് അറിയാം. ആറിൻ്റെ വാല്യൂ നമുക്കറിയില്ല, സിയുടെ വാല്യൂ അറിയില്ല. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ 2 അൺനോൺസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു അൺനോൺ നമ്മൾ അസ്യൂം ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ എടുക്കുന്നത് ടു അവോയ്ഡ് ലോഡിങ് സെലക്ട് R ഈക്വൽ ടു 10 ടൈംസ് ദി ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഓഫ് ദി സിഗ്നൽ ജനറേഷൻ. അപ്പോൾ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലെറ്റ് ദി ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ബി 600 ohm. Then R will be equal to, what is the value of R? Sign the value of R and C, we are taking the condition that R will be equal to 10 times the output impedance and the output impedance is equal to 600 ohm. നമ്മൾ എടുക്കുകയാണെങ്കിൽ 600 ohm ആണെന്ന് എടുക്കുകയാണെങ്കിൽ R will be equal to 10 times output impedance ആണ്. അപ്പോൾ അത്ര 6000 ohm വരും R. അപ്പോൾ R എന്ന് പറയുന്നത് 6 കിലോ ഓം ആണ്. 6 കിലോ ഓം എന്നുള്ളതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? നിയറസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ആറിൻ്റെ എടുക്കണം. അപ്പോൾ അത് എത്രയാണ്? 5.6 കിലോ ഓം ആണ്. അപ്പോൾ R ഈക്വൽ ടു 5.6 കിലോ ഓം. സോ RC ഈക്വൽ ടു 0.01 T ആണ് ഒന്നാമത്തെ കേസിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ R 5.6 കിലോ ഓം ആകുമ്പോൾ T 1 മില്ലി സെക്കൻഡ് ആകും. അപ്പോൾ C എന്താവും? C ഈക്വൽ ടു എങ്ങനെ കിട്ടും? C ഈക്വൽ ടു 0.01 T ബൈ R എന്ന് വരും. ആറിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? എന്താണ് വാല്യൂ? 5.6 കിലോ ഓം. Tക്ക് പകരം എന്ത് കൊടുക്കുക? 1 മില്ലി സെക്കൻഡ്. അപ്പോൾ കാൽക്കുലേഷൻ നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2.2 നാനോ ഫാരഡ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ 1.78 നാനോ ഫാരഡ് ആണ് കിട്ടുക. പക്ഷേ അത് സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല. സ്റ്റാൻഡേർഡ് വാല്യൂ ഇസ് 2.2 നാനോ ഫാരഡ്. അതായത് 1.78 നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വാല്യൂ 2.2 നാനോ ഫാരഡ് ആണ്. അത് നമ്മൾ എടുക്കും. ഓക്കെ,
അപ്പോൾ ഒന്നാമത്തെ കേസിലുള്ള നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ആർ സി വെരി വെരി ലെസ് ദാൻ ടി എന്നാകുമ്പോൾ നമ്മൾ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യേണ്ട ആറിൻ്റെ വാല്യൂ 5.6 കിലോ ഓം ആണ്, കപ്പാസിറ്ററിൻ്റെ വാല്യൂ 2.2 നാനോ ഫാരഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ വരക്കാം, അങ്ങനെ നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം വരക്കാം. സിക്ക് മുകളിൽ എന്ത് കൊടുക്കാം, നമുക്ക് 2.2 നാനോ ഫാരഡ്. ഇത് നോക്കാം, പ്ലസ് മൈനസ് പൊളാരിറ്റി നമ്മൾ മാർക്ക് ചെയ്യണം. പോളാറായിട്ടുള്ള കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പൊളാരിറ്റി നോട്ട് ചെയ്തിട്ട് അപ്പോൾ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്യുമ്പോൾ ആ കറക്റ്റ് പൊളാരിറ്റി വെച്ചിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, പിന്നെ R = 5.6 കിലോ ഓം ആണ്, അതും നമ്മൾ എടുക്കുക. ഇപ്പോൾ ഡിസൈൻ ചെയ്ത വാല്യൂ. പിന്നെ ഗ്രൗണ്ട് കണക്ട് ചെയ്യുക, ഗ്രൗണ്ടിലേക്ക് തന്നെയാണ് ആറിൻ്റെ ഒരു ലെഗും അതുപോലെ തന്നെ ഫംഗ്ഷൻ ജനറേറ്ററിൻ്റെ ഒരു പിന്നിൻ്റെ ഒരു ലെഗും വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഡിസൈൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്, RC = T എന്നുള്ള കണ്ടീഷൻ. RC = T എത്രയായിരുന്നു, 1 മില്ലി സെക്കൻഡ് അല്ലേ. അപ്പോൾ R എന്ന് പറയുന്നത് 5.6 കിലോ ഓം ആണെങ്കിൽ C എന്ന് പറയുന്നത് എന്തായിരിക്കും, C will be equal to T/R, that equal to 0.22 മൈക്രോ ഫാരഡ്. ഓക്കെ, 0.22 മൈക്രോ ഫാരഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വാല്യൂ ആയതുകൊണ്ട് അത് തന്നെ എടുക്കാം. ഇനി കേസ് 3 എന്താണ്, RC വെരി വെരി ഗ്രേറ്റർ ദാൻ T എന്നാണ്. അപ്പോൾ T 1 മില്ലി സെക്കൻഡ് ആണ്. അപ്പോൾ RCയുടെ വാല്യൂ Tനേക്കാൾ ഒരുപാട് വലിയ വാല്യൂ എടുക്കണം. അപ്പോൾ നമുക്ക് എടുക്കാം RC = 5T എന്നെടുക്കാം. അപ്പോൾ 5T എന്ന് കൊടുക്കുമ്പോൾ സിയുടെ R എന്ന് പറയുന്നത് 5.6 എന്ന് നമ്മൾ നേരത്തെ എടുത്തു. അപ്പോൾ C = എന്തായിരിക്കും, 5T/R എന്ന് വരും. T 1 മില്ലി സെക്കൻഡ് ആണ്, R 5.6 കിലോ ഓം ആണ്. അപ്പോൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി വിൽ ബി ഗെറ്റിംഗ് C will be equal to 0.89 മൈക്രോ ഫാരഡ്. അത് സ്റ്റാൻഡേർഡ് വാല്യൂ അല്ല. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, 1 മൈക്രോ ഫാരഡ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് 3 കേസിലുള്ള വാല്യൂസ് കിട്ടി. അപ്പോൾ ഇവിടെ സർക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം സർക്യൂട്ട് നിങ്ങളോട് എക്സാമിന് ചെയ്യാൻ പറയുമ്പോൾ RC വെരി വെരി ഗ്രേറ്റർ ദാൻ T എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഡിസൈൻ എഴുതി കഴിഞ്ഞാൽ സർക്യൂട്ടിലുള്ള കമ്പണൻറ്റ് വാല്യൂ മാറ്റണം അല്ലേ. സിയുടെ വാല്യൂ എന്ത് കൊടുക്കണം, RC വെരി വെരി ഗ്രേറ്റർ ദാൻ T എന്ന് പറയുമ്പോൾ 1 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ യൂസ് ചെയ്യണം. പിന്നെ RC = T എന്ന് പറയുമ്പോൾ C എന്തെടുക്കണം, 0.22 മൈക്രോ ഫാരഡ് എടുക്കണം. ഇനി RC വെരി വെരി ലെസ് ദാൻ T എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തെടുക്കണം, കപ്പാസിറ്ററിൻ്റെ വാല്യൂ 2.2 നാനോ ഫാരഡ് എന്നുള്ള കപ്പാസിറ്റർ എടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം. നമ്മൾ ഇത് ഡിഫറൻഷ്യേറ്ററാണ് പറയുന്നത്. ഇൻ്റഗ്രേറ്ററിൻ്റെ കേസിലും ഇതുപോലെ തന്നെയാണ് സർക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 3 കേസസിലും എന്താണ് വാല്യൂ മാറുന്നത്, കപ്പാസിറ്ററിൻ്റെ വാല്യൂ ആണ് മാറുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ഇൻ്റഗ്രേറ്ററും ഇതുപോലെ തന്നെയാണ്. 3 കേസസ് നോക്കുമ്പോഴും സർക്യൂട്ട് നോക്കുമ്പോഴും കപ്പാസിറ്ററിൻ്റെ വാല്യൂ മാറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. എന്താണ്, അതായത് വേവ് ഫോമിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നുള്ള ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിലെ ഡിസൈൻ സെക്ഷൻ. അപ്പോൾ നമുക്ക് കമ്പണൻസ് റിക്വയർഡിൽ എന്തൊക്കെ കൊടുക്കാം, എന്തൊക്കെ വേണം, റെസിസ്റ്റർ വേണം അല്ലേ. റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണോ, 5.6 കിലോ ഓം. കപ്പാസിറ്ററിൻ്റെ വാല്യൂ എത്രയാണ്, എത്രയൊക്കെ കപ്പാസിറ്റർ വേണം, 3 കപ്പാസിറ്റർ വേണം അല്ലേ. എന്തൊക്കെ വാല്യൂ ആണ്, 2.2 മൈക്രോ ഫാരഡ് വേണം, 1 മൈക്രോ ഫാരഡ് വേണം, പിന്നെ എത്രയാണ്, 0.22 മൈക്രോ ഫാരഡ്. ഇതിപ്പം ഇൻ്റഗ്രേറ്ററിൻ്റെയും ഡിഫറൻഷ്യേറ്ററിൻ്റെയും കൂടിയുള്ള കമ്പണൻ്റ് ലിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്ററിൻ്റെ മാത്രം എക്സ്പെരിമെൻ്റാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതിന് വേണ്ട കപ്പാസിറ്റർ മാത്രം നിങ്ങൾ എഴുതുക. റെസിസ്റ്റർ 5.6 കിലോ ഓം ആണ്. പിന്നെ ഫംഗ്ഷൻ ജനറേറ്റർ ഒരെണ്ണം വേണം. പിന്നെ CRO കാണാൻ വേണ്ടിയിട്ട് CRO വേണം അല്ലേ, ബ്രെഡ് ബോർഡ് വേണം, പിന്നെ എന്താ വേണം, കണക്റ്റിംഗ് വയേഴ്സും വേണം. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ കമ്പണൻസ് റിക്വയർഡിൽ നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ എക്സ്പെക്റ്റഡ് വേവ് ഫോം നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ എക്സ്പെക്റ്റഡ് വേവ് ഫോം നിങ്ങൾ വരക്കണം. അപ്പോൾ ആ ഒരു രൂപം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം, എന്നാലാണ് ഔട്ട്പുട്ട് നിങ്ങൾക്ക് കറക്റ്റാണോ കിട്ടിയത് എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിഫറൻഷ്യേറ്ററിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോമിൻ്റെ അകത്ത് എക്സ്പെക്റ്റഡ് വേവ് ഫോം ആണ് എന്താണ്, സി ദിസ് ഇൻപുട്ട് വേവ് ഫോം എന്താണ്, സ്ക്വയർ വേവ് ഫോമാണ്. 10 വോൾട്ട് പീക്ക് ടു പീക്ക് ആണ് ഇൻപുട്ട് വേവ് ഫോം എന്ന് പറഞ്ഞു. അപ്പോൾ 10 വോൾട്ട് പീക്ക് ടു പീക്ക് എങ്ങനെ കാണിക്കാടോ, മുകളിൽ 5 വോൾട്ടും പോസിറ്റീവ് സൈഡിൽ 5 വോൾട്ടും താഴത്തേക്ക് -5 വോൾട്ടും കൊടുക്കുക. ടൈം പീരീഡ് 1 മില്ലി സെക്കൻഡ് ആയതുകൊണ്ട് ആദ്യത്തെ പോസിറ്റീവ് സൈക്കിളിന് 0.5 മില്ലി സെക്കൻഡ് ആയിരിക്കും, രണ്ടാമത്തെ നെഗറ്റീവ് സൈക്കിളിന് 0.5 മില്ലി സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ എത്ര വരും, 1.5 മില്ലി സെക്കൻഡ്. അതും കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഔട്ട്പുട്ട് വേവ് ഫോം 3 കേസസിലാണ് നോക്കുന്നത്. അപ്പോൾ RC വെരി വെരി ഗ്രേറ്റർ ദാൻ T, അതായത് RC എന്ന് പറയുന്നത് എന്താണ്, ടൈം കോൺസ്റ്റൻ്റ് ആണ്. ടൈം കോൺസ്റ്റൻറ്റ് നമ്മുടെ 1 മില്ലി സെക്കൻഡിനേക്കാളും വളരെ കൂടുതലാണെങ്കിൽ, അതായത് കപ്പാസിറ്റർ ചാർജ് ചെയ്യാനും ഡിസ്ചാർജ് ചെയ്യാനും എടുക്കുന്ന ടൈം വളരെ കൂടുതലാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫോം എങ്ങനെയാണ് വരിക, ഇതുപോലെയാണ് വരിക. സ്ക്വയർ വേവിന് പകരം ഈ രീതിയിലാണ് കിട്ടുക. ഇനി നോക്കുക, അടുത്തത് RC = T ആകുമ്പം കറസ്പോണ്ടിങ് വേവ് ഫോം ഈ രീതിയിലാണ് കിട്ടുക. ഔട്ട്പുട്ട് എവിടെയാണ് എടുക്കുന്നത്, റെസിസ്റ്ററിന് അക്രോസ് ആണ് എടുക്കുന്നത്. ഇനി ടൈം കോൺസ്റ്റൻറ്റ് വെരി വെരി ലെസ് ദാൻ T ആകുമ്പോഴാണ് ഔട്ട്പുട്ട് വേവ് ഫോം ഈ രീതിയിൽ കിട്ടുക, ഒരു സ്പൈക്ക് പോലെ കിട്ടുക. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിൻ്റെ പേരെന്താണ്, ഡിഫറൻഷ്യേറ്റർ. അപ്പോൾ ഇൻപുട്ട് എന്താണോ കിട്ടുന്നത് അയാളെ എന്ത് ചെയ്യണം, ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് കിട്ടണം അല്ലേ. അപ്പോൾ സ്ക്വയർ വേവിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിഫറൻഷ്യേറ്റ് ചെയ്ത ഇൻപുട്ട് ഏതാണ്, ഇതാണ് അല്ലേ. അപ്പോൾ RC വെരി വെരി ലെസ് ദാൻ T ആയിരിക്കുന്ന സമയത്ത് കിട്ടുന്ന വേവ് ഫോമാണ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടേണ്ടത്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്ററിനെ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രേറ്ററിന് എന്താണ്, സ്ക്വയർ വേവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ട്രയാങ്കുലാർ വേവ് ഫോമാണ് കിട്ടേണ്ടത്. അപ്പോൾ ട്രയാങ്കുലാർ വേവ് ഫോം നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ സോ ടൂത്ത് വേവ് ഫോമാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ രീതിയിൽ കിട്ടണം. അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നേരെ മറിച്ചിട്ടാണ് കിട്ടുന്നത്. ഡിഫറൻഷ്യേറ്റ് നിങ്ങൾ നോക്കുക, കോൺസ്റ്റൻറ്റ് വാല്യൂവിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്, 0 ആണ് അല്ലേ. അപ്പോൾ അത് എവിടെ കിട്ടണം, ആ വാല്യൂ നിങ്ങൾ നോക്കുക, 0 കിട്ടും. ഈ പോയിന്റിൽ കണ്ടോ, അതിപ്പം നമ്മൾ PPT ചെയ്യുന്ന പോലെ നമുക്ക് ഡോട്ട് വെച്ചിട്ട് കാണിക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കുക, കോൺസ്റ്റൻറ്റ് വാല്യൂ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് നമുക്ക് എന്ത് കിട്ടണം, 0 കിട്ടണം. ഇവിടെ കാണുന്നതല്ലേ നിങ്ങൾ 10 വോൾട്ടിൻ്റെ ഈ സ്പൈക്കിൻ്റെ ഇടയിലുള്ള വാല്യൂസ് എന്ന 0 അല്ലേ. അപ്പോൾ ആ പോയിന്റിൽ 0 കിട്ടി. ഇനി ആകെ വാല്യൂ എപ്പോൾ കിട്ടുക, ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ഡിഫറൻഷ്യൽ വാല്യൂ അല്ലേ, ഹൈയിൽ നിന്ന് ലോയിലേക്ക് പോകുന്ന സമയത്തും ലോയിൽ നിന്ന് ഹൈയിലേക്ക് പോകുന്ന സമയത്തും മാത്രമേ ഔട്ട്പുട്ട് കിട്ടാൻ ഡിഫറൻഷ്യൽ വാല്യൂ കിട്ടുള്ളൂ അല്ലേ. ഡിഫറൻഷ്യേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് അല്ല റേറ്റ് ഓഫ് ചേഞ്ച് കാണിക്കുന്ന വാല്യൂ ആണ് അല്ലേ. അപ്പോൾ അതായത് എപ്പോഴാണ് ചേഞ്ച് ഉണ്ടാകുന്നത് അന്നേരം മാത്രമേ ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. കോൺസ്റ്റൻറ്റ് വാല്യൂ നിൽക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ എന്താണ്, 0 ആണ്. അപ്പോൾ ഇവിടെ കോൺസ്റ്റൻ്റായി നിൽക്കുന്ന പോയിൻ്റ് ഏതാണ്, 5 വോൾട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്തെല്ലാം ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ഔട്ട്പുട്ട് 0 ആണ് കിട്ടേണ്ടത്. ഇനി അതേസമയം ഹൈയിൽ നിന്ന് ലോയിലേക്ക് പോകുന്ന സമയത്ത് സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടായല്ലേ. അപ്പോൾ ഡിഫറൻഷ്യേറ്റർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കാണിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ആയ 5 വോൾട്ടിൽ നിന്ന് 0യിലേക്ക് വന്ന് 0യിൽ നിന്ന് -5 വോൾട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ആ സമയത്തൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ആ ചേഞ്ച് കാണിക്കണം. ആ ചേഞ്ച് കാണിക്കുന്നത് ഏത് സർക്യൂട്ടിലാണ്, ഇവിടെയാണ് കാണിക്കുന്നത് അല്ലേ. 0യിൽ നിന്ന് -5ലേക്ക് പോകുന്ന ചേഞ്ച് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ, അവിടെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ -5ൽ തന്നെ നിൽക്കുമ്പോൾ അവിടെ ചേഞ്ച് ഉണ്ടോ, ഇല്ല. -5ൽ തന്നെ നിൽക്കുമ്പോൾ അവിടെ ചേഞ്ച് ഇല്ല. അപ്പോൾ ആ പോയിന്റിൽ ഡിഫറൻഷ്യൽ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് 0 കിട്ടുന്നുണ്ട്. അപ്പോൾ പക്ക നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വേവ് ഫോം കറക്റ്റായി കിട്ടുന്ന RC വെരി വെരി ലെസ് ദാൻ T, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് കിട്ടും. RC വെരി വെരി ലെസ് ദാൻ T ആയിരിക്കുമ്പോൾ RC ഈക്വൽ ടു T ആകുമ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ സൈഡിലേക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഡിഫറൻഷ്യൽ സർക്യൂട്ടിൻ്റെ കേസിൽ ഔട്ട്പുട്ട് എവിടെയാണ് എടുക്കുന്നത്, റെസിസ്റ്ററിന് എക്രോസ് ആണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അത് എപ്പോഴും ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ സൈഡ് നമുക്കൊന്ന് നോക്കാം. So an RC differentiator circuit is constituted with a capacitor connected in series and a resistor connected in parallel to the output. The time constant RC of the circuit is very small in comparison with the time period of the input signal. The voltage drop across R will be very small in comparison with the drop across C, and hence output is proportional to the derivative of the input. So എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ നമ്മൾ ഡിഫറൻഷ്യൽ സർക്യൂട്ടിൻ്റെ കേസിലാണെങ്കിൽ ടൈം കോൺസ്റ്റൻറ്റ് എപ്പോഴും എന്തായിരിക്കും, നമ്മൾ ഇൻപുട്ടിൻ്റെ ടൈം പീരീഡായ 1 മില്ലി സെക്കൻഡിനേക്കാളും വളരെ കുറവായിരിക്കും. അപ്പോൾ ആ സമയത്താണെങ്കിൽ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പ് വളരെ കുറവും അതുപോലെ തന്നെ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് വളരെ കൂടുതലുമായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെ ഔട്ട്പുട്ട് എടുക്കുന്നത്, റെസിസ്റ്ററിന് അക്രോസാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ വാല്യൂ മാത്രമാണ് നമുക്ക് കിട്ടുക. ആൻഡ് ഹെൻസ് ദി ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഇൻപുട്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് വളരെ കുറവായിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആറിന് അക്രോസ് എടുക്കുന്ന വോൾട്ടേജ് ആ ടൈമിൽ വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ഇൻപുട്ടിന് പ്രൊപ്പോർഷണലായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫറൻഷ്യേറ്റഡ് ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻപുട്ട് അല്ലേ. ഡിഫറൻഷ്യേറ്റഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിഫറൻസ് ഇൻ വാല്യൂ ആണ് അല്ലേ. ടൈമിനനുസരിച്ചിട്ടുള്ള ചേഞ്ച്, ഇൻപുട്ടിലുള്ള ചേഞ്ചിനെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ വെൻ ദി ഇൻപുട്ട് റൈസസ് ടു ഇറ്റ്സ് മാക്സിമം വാല്യൂ, ദി ഡിഫറൻഷ്യേറ്റഡ് ഔട്ട്പുട്ട് ഫോളോസ് ഇറ്റ് ബിക്കോസ് ദി സഡൻ ചേഞ്ചസ് ഓഫ് ദി വോൾട്ടേജ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി output by the capacitor. Since the rate of change of voltage is positive, differentiated output is also positive. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആദ്യം എടുക്കുന്നത് സ്ക്വയർ വേവ് ഫോമാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആ വേവ് ഫോമിലേക്കൊന്ന് നോക്കാം. സ്ക്വയർ വേവ് ഇൻപുട്ട് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇതാണ് ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം 0യിൽ നിന്ന് +5 വോൾട്ടേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ്, ആ സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം ഏതായിരുന്നു, ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രം അല്ലേ. ഇപ്പോൾ ഇൻപുട്ട് 0യിൽ നിന്ന് 5 വോൾട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇൻപുട്ട് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. പിന്നെ 5 വോൾട്ട് എത്തുന്ന സമയത്ത് കപ്പാസിറ്റർ പിന്നെ ഒരേ വോൾട്ടേജിലാണ് നിൽക്കേണ്ടത് അല്ലേ. പിന്നീട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിലൂടെ തന്നെ എന്താണെന്ന് വെച്ചാൽ കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എന്തായിരിക്കും, വളരെ കൂടുതലും. റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എന്താ, ഇത് രണ്ട് സീരീസ് ആയിട്ടല്ലേ. അപ്പോൾ മൊത്തത്തിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് 0 ആണ്. അപ്പോൾ ഇതിന് അക്രോസുള്ള വോൾട്ടേജ് കൂടുതലാണെങ്കിൽ ഇതിന് അക്രോസ് കുറഞ്ഞ വോൾട്ടേജാണ് ഉണ്ടാകുന്നത്. കാരണം
വോൾട്ടേജാണ് ഉണ്ടാവുന്നത്. ഇനി 5 വോൾട്ട് ആയിരിക്കുന്ന സമയത്ത് കപ്പാസിറ്റർ മെല്ലെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ ചെറുതായിട്ട് തുടങ്ങുന്നതിന് കപ്പാസിറ്റർ ഡിസ്ചാർജിങ് ഭാഗത്ത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് RC എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റൻറ്റിനേക്കാളും വളരെ വളരെ കുറവാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതായത് കപ്പാസിറ്റർ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു പോകും. അപ്പോൾ ആ സമയത്ത് കപ്പാസിറ്റർ വോൾട്ടേജ് അതായത് 0യിൽ നിന്ന് 5ലേക്ക് പോകുന്ന സമയത്ത് ആ ഇൻപുട്ടിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത് 0യിൽ നിന്ന് 5ലേക്ക് പോകുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ആണല്ലേ. ഇൻപുട്ട് വോൾട്ടേജ് 0യിൽ നിന്ന് 5ലേക്ക് പോകുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻപുട്ടിലുള്ള ചേഞ്ച് എന്നത് പോസിറ്റീവ് ചേഞ്ച് ആണ് അല്ലേ, 0യിൽ നിന്ന് 5ലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഇൻപുട്ടിലുള്ള ചേഞ്ച് കറക്റ്റായിട്ട് ഈ സർക്യൂട്ടിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് 0യിൽ നിന്ന് 5ലേക്ക് പോകുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് കപ്പാസിറ്റർ വോൾട്ടേജും മാറുന്നുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്ററിൻ്റെ വോൾട്ടേജും മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന റെസിസ്റ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ് ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേവ് ഫോം നോക്കാം. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ് റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജാണ്. അപ്പോൾ 0യിൽ നിന്ന് 5 ആകുന്നവരെ സമയത്ത് സഡനായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. പിന്നീട് എന്താണ് 5 വോൾട്ട് തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ചേഞ്ച് ഒന്നും ഇല്ല. അപ്പോൾ ഇൻപുട്ട് കപ്പാസിറ്ററിന് പതുക്കെ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്റർ അക്രോസ് 5 വോൾട്ട് തന്നെ ഉണ്ടാവും ആ സമയത്ത്. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്ററിൻ്റെ ബിഹേവിയറാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ റെസിസ്റ്ററിൻ്റെ അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്ററിൻ്റെ അക്രോസ് എന്ത് ഉണ്ടാവില്ല. ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജിങ് കറണ്ട് ഉണ്ടാവും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ആ സർക്യൂട്ടിലൂടെ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്ററിലും ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും അല്ലേ. കപ്പാസിറ്ററിന് അക്രോസും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും, റെസിസ്റ്ററിന് അക്രോസും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഇനി 5 വോൾട്ടിൽ എത്തിയ സമയത്ത് കപ്പാസിറ്ററിന് എന്ത് വോൾട്ടേജ് ഉണ്ട്, 5 വോൾട്ട് എന്നുള്ള വോൾട്ട് എത്തുന്ന സമയത്ത് കപ്പാസിറ്റർ കൂടി 5 വോൾട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ് 5 വോൾട്ട് ഒന്നാമത്തെ സൈക്കിളിൽ. പിന്നെ അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് 5 വോൾട്ട് വരെ നിൽക്കുന്ന സമയത്ത് ഇൻപുട്ട് വോൾട്ടേജ് നിൽക്കുന്ന സമയത്ത് കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് 5 വോൾട്ട് ആയിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്ററിലുടനെയുള്ള കറണ്ട് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലനേഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇൻപുട്ടിൽ എന്ത് ചേഞ്ചസ് വരുന്നോ അതിന് ഡിഫറൻഷ്യേറ്റഡ് ചേഞ്ചാണ് ഔട്ട്പുട്ടിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഡിഫറൻഷ്യേറ്റഡ് ഔട്ട്പുട്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദി ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് മാക്സിമം വാല്യൂയിലേക്ക് കൂടുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് എന്നാൽ ഇൻപുട്ടിൽ ചേഞ്ച് ഉണ്ടാകുന്നതെന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ചേഞ്ചസ് എന്തിലേക്ക് വരും, ഔട്ട്പുട്ടിലേക്ക് വരും. അത് ആരാ ചേഞ്ചസ് കൊണ്ടുവരുന്നത്, കപ്പാസിറ്ററാണ് ചേഞ്ച് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് 0യിൽ നിന്ന് 5ലേക്ക് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജും കറസ്പോണ്ടിങ് ആയിട്ട് കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ചേഞ്ചസ് എവിടെ വരും, 0യിൽ നിന്ന് 5ലേക്ക് പോസിറ്റീവ് ചേഞ്ച് അല്ലേ വരുന്നത്, കൂടി വരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസിറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ് എവിടെയും വരും, പോസിറ്റീവ് ചേഞ്ച് എവിടെയും വരും, ഔട്ട്പുട്ടിലേക്ക് വരും. കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് എന്താണ്, റെസിസ്റ്ററിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. കാരണം എന്നാൽ ഇതൊരു ലൂപ്പാണ് അല്ലേ, ടോട്ടൽ സം എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പോൾ ഒന്നിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് കൂടുമ്പോൾ മറ്റേതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും റെസിസ്റ്ററിൻ്റെ അക്രോസിലെ വോൾട്ടേജ് കുറയും. അപ്പോൾ കപ്പാസിറ്റർ ചാർജിങ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് പോലെ ആണ് റെസിസ്റ്ററിൻ്റെ, അതായത് കപ്പാസിറ്റർ ചാർജിങ് നടക്കുക എന്ന് പറയുമ്പോൾ കപ്പാസിറ്റർ അക്രോസ് വോൾട്ടേജ് എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്യുന്നത്, ചാർജ് ചെയ്യപ്പെടുന്നത്, അപ്പോൾ അതേ എമൗണ്ടിൽ തന്നെ റെസിസ്റ്ററിൻ്റെ അക്രോസിലെ വോൾട്ടേജ് എന്ത് റെഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിൻ്റെ വേവ് ഫോം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ 0യിൽ നിന്ന് 5ലെത്തുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം നമ്മളിവിടെ കാണിച്ചിട്ടുള്ള ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതേസമയം കപ്പാസിറ്ററിൻ്റെ അക്രോസിലെ വോൾട്ടേജ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ എന്താണ് റെസിസ്റ്ററിൻ്റെ അക്രോസിലെ വോൾട്ടേജ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പം ഇനി പ്രീവിയസ് സൈക്കിളിൽ എന്തെങ്കിലും ഒരു വോൾട്ടേജ് ഉണ്ടെന്നിരിക്കുക, അപ്പോൾ അതിപ്പോൾ മാക്സിമം 5 വോൾട്ടേജിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് കുറഞ്ഞു വരും റെസിസ്റ്ററിൻ്റെ അക്രോസിലെ വോൾട്ടേജ്. അപ്പോൾ അതാണ് ഈ ഒരു 0യിൽ നിന്ന് 0.5 മില്ലി സെക്കൻഡ് വരെയുള്ള ടൈമിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, റെസിസ്റ്ററിൻ്റെ അക്രോസിലെ വോൾട്ടേജ് കുറഞ്ഞു വരുന്നതെന്ന്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ അക്രോസിലെ വോൾട്ടേജ് കൂടി 5 വോൾട്ട് വരെ എത്താൻ വേണ്ടി നോക്കും അല്ലേ. പക്ഷേ അപ്പോഴേക്കും എന്ത് ചെയ്യുന്നത് വെച്ചാൽ 5 വോൾട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ അക്രോസിലെ വോൾട്ടേജ് സെയിം ആയി നിന്നു, പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഒന്നും ഇല്ല. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് ഒന്നും ഇല്ല. അപ്പോൾ ആ ടൈമിൽ എന്ന് വെച്ചാൽ റെസിസ്റ്ററിൻ്റെ അക്രോസിലെ വോൾട്ടേജാണ് 0യിൽ നിന്ന് കുറഞ്ഞു വരുന്ന ഒരു വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചത്. കപ്പാസിറ്ററിന് മാക്സിമമായി ആ സമയത്ത് റെസിസ്റ്ററിൻ്റെ അക്രോസിലെ വോൾട്ടേജ് കുറഞ്ഞ് വരും, മാക്സിമത്തിൽ നിന്ന് കുറഞ്ഞു വന്നു റെസിസ്റ്ററിൻ്റെ അക്രോസിലെ വോൾട്ടേജ്. അപ്പോൾ 0.5 എത്തി.
0.5 മില്ലി സെക്കൻഡ് എത്തിയ സമയത്ത് ഇൻപുട്ട് വോൾട്ടേജ് എന്തായി 5-ൽ നിന്ന് 0-യിലേക്കും വന്ന് 0-യിൽ നിന്ന് -5-ലേക്കും വരുന്നത്. അപ്പോൾ അവിടെയാണ് സഡൻ ചേഞ്ച് വരുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഔട്ട്പുട്ടിൽ കാണിക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇത്ര നേരം പോസിറ്റീവ് സൈഡിലായിരുന്നു ചേഞ്ചസ് ആണ് 0-യിൽ നിന്ന് 5-ലേക്ക്. ഇപ്പോൾ എന്തായി 5-ൽ നിന്ന് 0-യിലേക്കും 0-യിൽ നിന്ന് -5-ലേക്കും വരുമ്പോൾ നെഗറ്റീവ് ചേഞ്ചസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് കപ്പാസിറ്റർ റിവേഴ്സ് ഡയറക്ഷനിൽ ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ റെസിസ്റ്ററിനുള്ള വോൾട്ടേജും അതുപോലെ തന്നെ റിവേഴ്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ കപ്പാസിറ്റർ റിവേഴ്സ് ഡയറക്ഷനിൽ ചാർജ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ചാർജ് റിവേഴ്സ് ഡയറക്ഷനിൽ കൂടി വരും. അപ്പോൾ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എന്ത് ചെയ്യും? നേരത്തെ ഉണ്ടായിരുന്ന റിവേഴ്സ് ഡയറക്ഷനിൽ കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പം 0.5 മുതൽ 1 മില്ലി സെക്കൻഡ് വരെയുള്ള ടൈമിൽ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷനിൽ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് അത് ആ രീതിയിൽ കാണിച്ചിരിക്കുന്നത് സെക്കൻഡ് സൈക്കിളിൽ. ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ RC വെരി ഗ്രേറ്റർ ദാൻ ടിയുടെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. ഇനി RC ഈക്വൽ ടു ടി വരുന്ന സമയത്ത് ഇതേ രീതിയിലാണ് റെസിസ്റ്ററിൻ്റെയും കപ്പാസിറ്ററിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത്. പക്ഷേ എന്താണ് RC ഈക്വൽ ടു ടി, RC വെരി ഗ്രേറ്റർ ദാൻ ടി എന്ന് പറയുമ്പോൾ കപ്പാസിറ്ററിന് ചാർജിങ്ങിന് എടുക്കുന്ന സമയം വളരെ കൂടുതലാണ്. ഇനി RC ഈക്വൽ ടു ടി എന്ന് പറയുമ്പോൾ അതിന് ചാർജിങ്ങിന് എടുക്കുന്ന സമയം കുറച്ച് കുറവാണ്. ഇനി RC വെരി ലെസ് ദാൻ ടി എന്ന് പറയുന്ന സമയത്ത് ചാർജിങ് സഡൻ ആയിട്ട് നടക്കും. അത് പെട്ടെന്ന് തന്നെ മാക്സിമം വോൾട്ടേജിലേക്ക് കപ്പാസിറ്റർ പോകും. അത് ഇൻപുട്ടിൽ വരുന്ന ചേഞ്ച് പെട്ടെന്ന് തന്നെ ഔട്ട്പുട്ടിൽ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പൈക്സ് ആയിട്ടാണ് ഔട്ട്പുട്ട് ഉണ്ടാവുക. ഓക്കെ, അതായത് 0-യിൽ നിന്ന് 5-ലേക്ക് പോകുന്ന സമയത്ത് തന്നെ RC വെരി ലെസ് ദാൻ ടി ആയതുകൊണ്ട് സഡൻ ചേഞ്ചസ് ഇൻ ദി ഇൻപുട്ടിലുള്ള സഡൻ ചേഞ്ചസ് ഔട്ട്പുട്ടിലും പ്രതിഫലിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചെറിയൊരു ടൈമിൽ തന്നെ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ഹൈയിൽ നിന്ന് ലോയിലേക്ക് പോകും, 0-യിലേക്ക്. അതായത് 5-ൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചേഞ്ചസ് ഉണ്ടോ ഇൻപുട്ടിൽ? 0-യിൽ നിന്ന് 5-ൽ എത്തിക്കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജിൽ പിന്നെ ചേഞ്ചസ് ഇല്ല, പിന്നെ 5 ആയിട്ട് കുറച്ച് സമയം വരെ നിൽക്കുകയാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് കപ്പാസിറ്ററും അതുപോലെ തന്നെ 0-യിൽ നിന്ന് 5-ലേക്ക് എത്താൻ പെട്ടെന്ന് തന്നെ നോക്കും. അപ്പോൾ അതിന് അക്രോസുള്ള വോൾട്ടേജ് കൂടി വരും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്ററിന് അക്രോസ് എന്തായിരിക്കും? വോൾട്ടേജ് കുറയാണ് വേണ്ടത്. അപ്പോൾ 0-യിൽ നിന്ന് 5-ലേക്ക് ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിൽ അക്രോസുള്ള വോൾട്ടേജും കറസ്പോണ്ടിങ് ആയിട്ട് 0-യിൽ നിന്ന് 5-ലേക്ക് എത്താൻ പെട്ടെന്ന് തന്നെ നോക്കും. അതിന് ചാർജിങ് പെട്ടെന്ന് തന്നെ നടക്കും. അതേസമയം റെസിസ്റ്റർ എന്താണ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കപ്പാസിറ്ററിന്. അപ്പോൾ അയാൾക്ക് അക്രോസുള്ള വോൾട്ടേജ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുറയും. അതായത് 5 എന്നുള്ള വോൾട്ടേജ് നിൽക്കുന്ന സമയത്ത് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എന്താണ്? 0 ആയിട്ടാണ് കിട്ടുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു സ്പൈക്ക് പോലെ പോസിറ്റീവ് സ്പൈക്ക് കാണിച്ചിട്ട് പിന്നെ ഒരു 0 വോൾട്ടേജ് അവിടെ കാണുന്നത്. അപ്പോൾ ആ 0 വോൾട്ടേജ് എത്ര വരെയാണുള്ളത്? 0.5 മില്ലി സെക്കൻഡ് വരെയാണുള്ളത്. അങ്ങനെ ഇൻപുട്ട് വോൾട്ടേജ് 0.5-ൽ നിന്ന് 1 വരെ എത്തുന്ന സമയത്ത് എന്താണ് ഇൻപുട്ടിന് എന്താ സംഭവിക്കുന്നത്? 0-യിൽ നിന്ന് -5-ലേക്ക് ഇൻപുട്ട് പോകുന്നു, പിന്നെ -5-ൽ തന്നെ നിൽക്കുന്നു, പിന്നെ -5-ൽ നിന്ന് 0-യിലേക്ക് ഇൻപുട്ട് വോൾട്ടേജ് പോകുന്നു. ഇത്രയാണ് ഇൻപുട്ടിൽ നടക്കുന്ന ചേഞ്ച്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിലും അതേ ചേഞ്ച് തന്നെ ഉണ്ട്. അത് നെഗറ്റീവ് സൈഡിലാണ് വോൾട്ടേജ് കൂടുന്നത്. അപ്പോൾ ആ കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് സൈഡിലേക്ക് കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ആ ബിഹേവിയർ എന്താവും? ഔട്ട്പുട്ടിൽ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? റെസിസ്റ്ററിന് അക്രോസ് ആണ് ഔട്ട്പുട്ട്. കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് കൂടുന്നേരം കറസ്പോണ്ടിങ് ആയിട്ട് റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് നെഗറ്റീവ് സൈഡിൽ നിന്ന് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെറിയൊരു RC വെരി ലെസ് ദാൻ ടി ആയതുകൊണ്ട് ചെറിയൊരു ടൈം കൊണ്ട് തന്നെ മാക്സിമം വോൾട്ടേജിൽ നിന്ന് കുറഞ്ഞു വരും. കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് മാക്സിമം വോൾട്ടേജ് കൂടും. അതുപോലെ തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് മാക്സിമം വോൾട്ടേജിൽ നിന്ന് കുറഞ്ഞ് 0-യിലേക്ക് വരും. കാരണം -5 എന്നുള്ള വോൾട്ടേജ് ഇൻപുട്ടിൽ വരുന്ന സമയത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത് 0 ആണ്. ഡിഫറൻഷിയേഷൻ 0 ആണ്. അതുകൊണ്ട് തന്നെ റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് പെട്ടെന്ന് തന്നെ 0 ആയി വരും. അപ്പോൾ ഒരു സ്പൈക്ക് പോലെ 0-യിൽ നിന്ന് -5 എത്തുന്ന പോയിന്റിൽ ആ ടൈമിൽ ഒരു സ്പൈക്ക് പോലെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം കാണപ്പെടുക. അതുപോലെ തന്നെ പോസിറ്റീവ് സൈക്കിൾ വീണ്ടും വരുമ്പോൾ ഇതേ പ്രോസസ്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വർക്കിംഗ് ഓഫ് ദിസ് ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് സൈക്കിളിലേക്ക് മാറുന്ന സമയത്ത് 0-യിൽ നിന്ന് 5-ലേക്ക് പോകുന്ന സമയത്തും 0-യിൽ നിന്ന് -5-ലേക്ക് പോകുന്ന സമയത്തുമാണ് ഔട്ട്പുട്ട് വേവ് ഫോം കറക്റ്റായിട്ട് സ്പൈക്കായിട്ട് കിട്ടുന്നത്, ട്രയാങ്കുലാർ വേവ് ഫോം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക്. താങ്ക് യു.